എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ എന്താ പറയുക, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മാജിക്കൽ നമ്പറിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ നമ്പർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റുന്ന ഒരു നമ്പറായിട്ട് കാണണം. കാരണം നമ്മൾ ജീവിതത്തിൽ പല 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 നമ്പറുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. ചില നമ്പറുകൾ നമ്മൾ കാണുമ്പോൾ അത് വെറും അക്കങ്ങളായി തന്നെ തോന്നിയേക്കാം. പക്ഷേ മറ്റ് ചില നമ്പറുകൾ ആത്മീയ പാരമ്പര്യങ്ങളിലും ന്യൂമറോളജിയിലും വിശ്വാസങ്ങളിലും ഒക്കെയുള്ള ഓരോ അക്കത്തിനും വ്യത്യസ്തമായ വൈബ്രേഷൻ ഉണ്ടെന്ന് നിങ്ങൾ പഴയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വൈബ്രേഷനുകളുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള വൈബ്രേഷനുകളുള്ള പല നമ്പറുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ തൊട്ടടുത്ത ഉദാഹരണം പറഞ്ഞ ഷീല തന്നെ പറഞ്ഞ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയ്യിൽ എഴുതാൻ പറഞ്ഞ ഒരു നമ്പർ എഴുതിയതിന് ശേഷം എല്ലാ ദിവസവും എനിക്ക് പൈസ എവിടെ നിന്നായാലും കിട്ടുന്നു എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ തിങ്സ്, അങ്ങനെയുള്ള ഒരു സംഖ്യയെക്കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് പറയുന്നത്. അത് പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഇന്ന് ലൈവ് ക്ലാസ് ഇട്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ, നേരത്തെ ഞാൻ പറഞ്ഞു, വൈബ്രേഷനുകളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റപ്പെടുന്നത്. ആ വൈബ്രേഷൻ ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നതിന് ടെസ്റ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ വൈബ്രേഷനുകൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇത്തരം നമ്പറുകളുടെ പ്രാക്ടീസിലൂടെ, ഇത്തരം നമ്പറുകൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നതിലൂടെയാണ്. കാരണം ദൈവീക മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്, അത് ഞാൻ ഇപ്പൊ നേരത്തെ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ആ നമ്പർ കണ്ടപ്പോൾ എത്ര പേർക്ക് അത് ദൈവികതയുമായി കണക്ട് ചെയ്യാൻ പറ്റി എന്നതാണ് നിങ്ങളുടെ വൈബ്രേഷനുമായിട്ട് തുലനപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ എല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ല. പക്ഷെ പലർക്കും പ്രാക്ടീസിലൂടെയാണ് സാധ്യമാകുക. പലർക്ക് പെട്ടെന്ന് തന്നെ സമൃദ്ധിയുടെ വാതിൽ തുറന്നു കിട്ടും. ഇപ്പൊ ഷീല പറഞ്ഞത് വളരെ ഉദാഹരണമാണ്. അത് എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നല്ല, അവർ ആ നമ്പറിൽ എഴുതി കഴിഞ്ഞപ്പോൾ സമൃദ്ധിയുടെ വാതിൽ അങ്ങ് തുറന്നു കിട്ടി. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ആ പ്രതീകാത്മകമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഈ നമ്പർ വളരെ ശ്രദ്ധയോടെ കേട്ടോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് സംഭവിക്കും എന്നതിൻ്റെ കൃത്യമായ ഉത്തരമാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് ഇത്രയും പേര്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഇത്രയും കുറച്ചു പേര് മാത്രം ഈ ലൈവ് സെഷനിൽ പങ്കെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ നമ്പർ കിട്ടിയ ഉടനെ നിങ്ങളുടെ ആകാശത്ത് നിന്നും പണം വീഴും എന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മുടെ എപ്പോഴും മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്ന അതേ ടെക്നിക്ക് തന്നെയാണ്. നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ വികാരം മാറുന്നു. നിങ്ങളുടെ വികാരങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തിന്റെ വികാരമാണ്, ഭയം നിൽക്കുന്നു. വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വിശ്വാസത്തിന് വികാരം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആ വികാരത്തെ എങ്ങനെ മാറ്റപ്പെടുത്തുന്നു, അതുപോലെ ആയിരിക്കും വികാരത്തിൽ നിന്നും നമ്മൾ ആക്ഷൻ എടുക്കും. ആക്ഷനിൽ നിന്നും നമുക്ക് സമ്പത്തുണ്ടാവും. ഇതാണ് ഇതിന്റെ കൃത്യമായ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം. അല്ലാതെ ഇതെന്തെങ്കിലും വളരെ അമാനുഷികമായ കാര്യം, അമാനുഷികം തന്നെയാണ്. കാരണം നമുക്ക് നമ്മളുടെ വികാരത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, നമ്മുടെ വൈബ്രേഷനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത് നമുക്ക് തൽക്കാലം മാജിക്കായിട്ട് എടുക്കേണ്ടി വരും. പറഞ്ഞു വന്നത്, ഇവിടെ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നമുക്കിത് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാം എന്നതിനെ പറ്റി നമ്മൾ പഠിക്കണം, അറിയണം. അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? എല്ലാവരും, ഞാൻ ഒറ്റ കാര്യം മാത്രം കൂടി ചോദിച്ചു. ഞാനിപ്പോൾ ഒരു നമ്പർ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? അവർ മൊത്തം ഒന്ന് കമന്റ് ചെയ്ത്, യെസ് ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു എന്നൊന്ന് കമന്റ് ചെയ്ത് എല്ലാവരും പറയട്ടെ. എല്ലാവരും വിശ്വസിക്കുന്നവർ മാത്രം കേട്ടോ, അല്ലാത്തവര് ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞോളൂ. വിശ്വസിക്കുന്നവര് കൃത്യമായി ടൈപ്പ് ചെയ്ത് യെസ് ഐ ബിലീവ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നെല്ലാവരും ടൈപ്പ് ചെയ്ത് കമോൺ. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാണ്, ഇനി എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ് തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ 2 ചാനലിൽ മാറി ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് വെൽത്ത് മാസ്റ്ററിയും ഒന്ന് ഈ ദിനേഷ് മുങ്ങത്ത്, 2 ചാനൽ മാറി വരും. അപ്പോൾ ഒരു ദിവസം ഇവിടെ വന്നാൽ ഒരു ദിവസം അവിടെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ചാനൽ ഫോളോ ചെയ്യുക.
ഇപ്പൊ ഈ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ചില സമയത്ത് ഞാൻ ലൈവ് ആയിരിക്കും വരിക, അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളെ കമൻറ്റുകൾ താഴെ എന്തായാലും ഇടുക. കാരണം കമൻറ്റുകളാണ് നിങ്ങളെ എനിക്ക് തിരിച്ചറിയാനുള്ള വഴി. ചില പലർക്കും നമ്മുടെ ലൈവ് സെഷനിൽ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പല ആൾക്കാർ, അനിത തൊടുപുഴ, അങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റിൽ പേരടക്കം എഴുതുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക? പിന്നെ ഞാൻ ഒരു കാര്യം പറയണ്ടേ, ഞാൻ അതിനെപ്പറ്റി മറ്റൊരു ക്ലാസ്സിൽ പറയാം. ആദിയിൽ എങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ ബൈബിളിൽ ഒരു വചനമുണ്ട്, ആദിയിൽ എന്തുണ്ടായി? വചനമുണ്ടായി എന്ന്. എല്ലാവർക്കും അറിയാമല്ലോ. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകൾ. വാക്കിൽ നിന്ന് എന്തുണ്ടാകുന്നു? വൈബ്രേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കിൽ നിന്നും വൈബ്രേഷൻ ഉണ്ടായി. ആ വൈബ്രേഷനിൽ നിന്നും ഈ പ്രപഞ്ചം മുഴുവനുണ്ടായി. വളരെ ലളിതമായി ബൈബിളിൽ പറഞ്ഞു വെച്ച കാര്യം. അപ്പം അത്രയും ശക്തമാണ് വാക്കുകൾ. ആ വാക്കുകൾ നിങ്ങൾ കൃത്യമായി താഴെ ടൈപ്പ് ചെയ്യുക. എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് വാക്കായി താഴെ രേഖപ്പെടുത്തും. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. നോക്കൂ, എപ്പോഴും 1 എന്ന് പറയുന്ന സംഖ്യ നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. എപ്പോഴും 1 നമ്മൾ തുടക്കത്തിൻ്റെ നമ്പറാണ്. ഒരു പുതിയ വാതിൽ തുറക്കുന്നതിന് പ്രതീകമായിട്ടാണ് 1നെ നമ്മൾ എടുക്കുന്നത്. 111 കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും. അപ്പം നിങ്ങളെല്ലാവരും പറയുന്നത്, സാറേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട്, 111 കാണുന്നുണ്ട്. അപ്പൊ 1 എന്ന് പറയുന്നത് പഴയ ജീവിതത്തിന്റെ ആവർത്തനത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വന്ന് പുതിയ തീരുമാനമെടുക്കുന്ന നിമിഷത്തിനെയാണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ 111 കാണുന്നവര്, 111 കാണുന്നവര്, 1111 കാണുന്നവര്, നമുക്കറിയാവുന്ന ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചാണ്, അവരുടെ ജീവിതം മാറ്റത്തിന് തുടക്കം അവിടെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്പറിൽ ഒന്നാമത്തത്, ഈ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ നമ്പറിൽ ഒന്നാമത്തെ നമ്പർ 1 എന്നുള്ളതാണ്. അത് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പുതിയ ജീവിതത്തിന് യഥാർത്ഥത്തിൽ തയ്യാറാണോ, അല്ലെങ്കിൽ പഴയ കാരണം പറച്ചിലുകൾ അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ, നിങ്ങളുടെ ആഗ്രഹത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? യെസ് ഓർ നോ. എല്ലാവരും ടൈപ്പ് 1 ടൈപ്പ് ചെയ്ത്. ഇത് നിങ്ങൾ മാറ്റമുണ്ടാക്കാൻ, നിങ്ങൾ യഥാർത്ഥ പുതിയ ജീവിതത്തിൽ തയ്യാറായവരെല്ലാവരും 1 എന്ന് ടൈപ്പ് ചെയ്തോളൂ. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാറുകയാണ്. അല്ലെങ്കിൽ പഴയ പരാതികൾ, പരിഭവങ്ങളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട. നിങ്ങൾ പുതിയ ജീവിതത്തിന് നിങ്ങളെ കാരണം പറച്ചിലെല്ലാം നിർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ഉത്തരവാദിത്വത്തോടെ നിങ്ങൾ അടുക്കാൻ തയ്യാറാണെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്തോളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പുതിയ തുടക്കത്തിന് തയ്യാറാണ് എന്നാണ്. യെസ്, എല്ലാവരും വേണ്ടവർ മാത്രം ഇട്ട്, ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല, മാറാൻ തയ്യാറായി പുതിയ തുടക്കത്തിലേക്ക് കടക്കാൻ കഴിയുന്നവർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അല്ലാത്തവർ സന്തോഷം അവരോട് തന്നെ ഇരിക്കുക, ആരും നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്നത്, ഞാൻ പുതിയ തുടക്കത്തിന് തയ്യാറാണ്. കമന്റ് ചെയ്തോളൂ, കൃത്യസമയമുള്ളവർ. ഞാൻ പുതിയ തുടക്കത്തിന് തയ്യാറാണ് എന്ന് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 ടൈപ്പ് ചെയ്താൽ എൻ്റെ അർത്ഥം ഇതാണ്. നോക്കൂ, ഇനി നമുക്ക് അടുത്ത അറിയേണ്ടത് 7 എന്ന് പറയുന്ന നമ്പറാണ്. 7 എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ 5 പില്ലേഴ്സിൽ ഒന്നാണ് ആത്മീയത എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഇൻഡ്യൂഷൻസ് നന്നാവണം, നമുക്ക് ഇന്നറായിട്ടുള്ള വിസ്റ്റം നന്നായി കിട്ടണം, ഡിവൈൻ്റെ ഗൈഡൻസ് നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാവണം, നമുക്ക് നല്ല നല്ല ജ്ഞാനോദയം ഉണ്ടാവണം, നമുക്ക് ദൈവികതയുടെ ശരിയായ നമ്മളെ ഗൈഡൻസ് ഉണ്ടാവണം. ഇതെല്ലാം വളരെ പ്രതീകാത്മകമായി പല വിശ്വാസങ്ങളിൽ കാണപ്പെടുന്ന നമ്പറാണ് 7 എന്ന് പറയുന്നത്. അപ്പൊ 7 എന്ന് ഉപയോഗിച്ചാലോ, നിങ്ങൾ പലപ്പോഴും കണ്ടു 7 കണ്ടു, 7 കണ്ടു, 777 കണ്ടു, ഇതൊക്കെ നമ്മൾ പറയേണ്ടല്ലോ. ദൈവികതയുടെ ഗേറ്റ് വേ തുറക്കുന്നതിന് 7 എന്നാ പറയും. അതായത് നമ്മളുടെ പുറത്തെ ശബ്ദങ്ങളെ നിശബ്ദമാക്കി ഉള്ളിലെ ശബ്ദം കേൾക്കാനുള്ള ആ വിളിയെയാണ് 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സ് പേടിച്ചു കൊണ്ടിരിക്കാം, എന്നാൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് മറ്റൊരു വഴി കാണിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് 7. അത് നിങ്ങളുടെ സൂക്ഷ്മമായ അകത്തെ വെളിച്ചത്തിലേക്ക് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന സിമ്പിളാണ്. എത്ര പേര് 7 കാണുന്നുണ്ട്?
7-7 വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് ദൈവീകമായ കാഴ്ചപ്പാട് വേണം, ദൈവീകമായ വളർച്ച വേണം, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ദൈവീക മാർഗം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവീകമായ മാർഗനിർദ്ദേശം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്യോ. അങ്ങനെയുള്ളവർ ഒന്ന് ടൈപ്പ് ചെയ്യോ, അല്ലെങ്കിൽ 7-7 ടൈപ്പ് ചെയ്തോളൂ. നോക്കൂ, മനസ്സിലാക്കേണ്ടത് മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ പണം അപ്പാടെ ഒരു സമയത്ത് വരണമെന്നല്ല സംഭവിക്കുന്നത്. അതൊരാശയമായി വരാം, ഒരു ഫോൺ കോളായി വരാം, ഒരാളെ കണ്ടുമുട്ടുന്നതാവാം, ഒരു പുതിയ ബിസിനസ് അവസരമാകാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചിട്ടി കൈ കിട്ടുന്നതാവാം. അങ്ങനെ പുതിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരെ. ഈ പുതിയ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ദൈവീകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഭാഗ്യം അല്ലേ? ഭാഗ്യത്തെ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി. ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറായവർ കുറച്ച് പേരേ ഉള്ളൂ. എത്ര പേരുണ്ട് 7-7 വേണ്ടിയിട്ട്? വേണ്ടവരെല്ലാം ടൈപ്പ് ചെയ്തോളുക. 7-7 വേണ്ട. അപ്പൊ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എനിക്ക് ലഭിക്കുന്ന ദൈവീക മാർഗനിർദ്ദേശം ഞാൻ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ പറയും. ഇതെല്ലാം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമാണ് മാറ്റമുണ്ട്. ഇനി അടുത്തത് 9 എന്ന് പറയുന്ന സംഖ്യ. ഇതെന്താണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, മൊത്തം നമ്പർ ഞാൻ ഒന്നിച്ച് പറഞ്ഞുതരാം. 9 എന്ന് പറയുന്ന സംഭവം, നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ പഴയ ജീവിതം, ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ വന്നതിന് ശേഷം കുറേ മാറിയിട്ടുണ്ട്, പഴയ ജീവിതത്തിന് ആ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്? ആ പഴയ വേദനകൾ, പഴയ ഭയങ്ങൾ, പരാജയത്തിന്റെ ഓർമ്മകൾ, ദാരിദ്ര്യബോധങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് എത്ര പേര് എനിക്ക് കഴിയില്ല എന്നുള്ള തോന്നൽ, ഇതെല്ലാത്തിനും ഒരു അവസാനം ഇടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പേരെഴുതിക്കോളൂ, നിങ്ങളുടെ പേരെഴുതിക്കോളൂ. എത്ര പേരുണ്ട്? വെറുതെ അല്ല, ക്ലാസ്സിൽ നിങ്ങൾക്ക് എൻഗേജ് ആയിട്ടിരിക്കണം. എത്ര പേരുണ്ട് ഇങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളത്? നോക്കൂ, പുതിയ സമൃദ്ധി വരണമെങ്കിൽ പഴയ ഭാരങ്ങളെ നമ്മൾ വിടണം. നിറഞ്ഞ കപ്പിലേക്ക് പുതിയ വെള്ളം ഒഴിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെയാണ് പഴയ ഭയം നിറഞ്ഞ മനസ്സിലേക്ക് പുതിയ അബൻഡൻസിനെ പൂർണ്ണമായും പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൊച്ചിയിൽ ഇപ്രാവശ്യം നടത്തുന്ന ക്ലാസ് നമ്മുടെ പഴയ എനർജിയെ ഒന്ന് മാറ്റി പുതിയ എനർജി നിങ്ങളിൽ നിറക്കാനുള്ള ഒരു ലൈവ് സെഷനാണ് നമ്മൾ ഓഗസ്റ്റ് 9 നമ്മൾ കൊച്ചിയിൽ വെച്ച് നടത്തുന്നത്. എനർജി അലൈൻമെന്റ് സെഷൻ. പലരുടെയും എനർജി ബ്ലോക്കായി കിടക്കുന്നുണ്ട്, പലർക്കും പഴയ ഭാരങ്ങൾ വിടാൻ പറ്റുന്നില്ല, പിടിച്ചു നിൽക്കുന്ന ഒരുപാട് മാലിന്യങ്ങൾ കയ്യിലുണ്ട്, അതിനെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ശ്രീകല പറഞ്ഞാണ് ഇതൊക്കെ ആഗ്രഹമുണ്ട് സാർ, പക്ഷെ ഇത് പറ്റുന്നില്ല ഈ സാധനം. അവർക്ക് വേണ്ടിയിട്ടാണ് കൊച്ചി പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഏതാണ്? നിങ്ങളുടെ പഴയ ഭാരങ്ങളെ, വേദനകളെ, പരാജയത്തിന്റെ ഓർമ്മകളെ, ദാരിദ്ര്യബോധത്തെ, എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്തകളെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഓൾഡ് അഗ്ലി എനർജിയെ നമുക്ക് തുറന്നു വിടാം. എന്നിട്ട് അതിലേക്ക് പുതിയ എനർജി, ലൈവ് ഹീലിംഗ് തെറാപ്പിയാണ് ചെയ്യുന്നത്. ക്ലാസ് അല്ല എന്ന് ഒന്നുകൂടി പറയുന്നു. അവിടെ ക്ലാസ്സുകളോ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ സ്പീച്ചുകളോ ഒന്നുമില്ല. നിങ്ങളിരുത്തും, ഞങ്ങൾ എനർജി ഹീൽ ചെയ്യുന്ന കുറച്ച് പേര്, 1, 2, 3, 4 പേരുകൾ, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ, കാരണം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. അത്രയും ആൾക്കാർ വരും, നിങ്ങളുടെ എനർജിയെ ഹീൽ ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങൾ കരഞ്ഞിട്ടായിരിക്കും പോവുക, ചിലപ്പോൾ നിങ്ങൾ ചിരിച്ചിട്ടായിരിക്കും മാറുക. അങ്ങനെ എനർജി ഹീലിംഗ് കാര്യം നമ്മൾ കൊച്ചി ലൈവിൽ 9 ഈ ചാൻസ്. ഇനി ഞാൻ ക്ലാസ്സുകൾ പലതും എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മിറാക്കിളുകൾ ചേഞ്ചസ് വന്നിട്ടുണ്ട് ക്ലാസ്സിൽ പങ്കെടുത്തവർ. അതിനെപ്പറ്റി ഒന്ന് ക്ലെയിം ചെയ്ത് ഞാനാളല്ല, നിങ്ങൾക്ക് തന്നെ എല്ലാം അറിയാം, വന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഇപ്രാവശ്യത്തെ ഞാൻ ഫസ്റ്റ് ടൈമായി ചെയ്യുന്ന എനർജി ഹീലിംഗ് തെറാപ്പി ഡയറക്റ്റ് ക്ലാസ് അല്ല, എനർജി ഹീലിംഗ് ആണ്. കുറേ തിയറി പഠിപ്പിക്കുന്നില്ല, ഒന്നുമില്ല. നിങ്ങൾ ഓരോരുത്തരെയും ഇരുത്തുന്നു, നിങ്ങൾ എനർജി ടെസ്റ്റ് ചെയ്യുന്ന നാളത്തെ സൺഡേ നിങ്ങൾ എനർജി ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെ കിടക്കേണ്ടത്. അടുത്ത 30 ദിവസം നിങ്ങളതും പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് വന്ന് നിങ്ങളുടെ ഇപ്പോഴുള്ള എനർജി അളന്ന് ഞാൻ പറയും, ഇത്ര എനർജിയാണ് ഇതിന് മാറ്റേണ്ടത്, ഇതാണ്. ആ സ്ഥാനത്തെ മാറ്റാൻ വേണ്ടി തയ്യാറാക്കിയിട്ട് കൊച്ചി പ്രോഗ്രാം വരിക. ഇപ്പം തന്നെ ബുക്ക് ചെയ്തുക, അഡ്മിനെ വിളിക്കുക. ആരെങ്കിലും ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും വേണ്ട കേട്ടോ, മാറാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വന്നാൽ മതി, അല്ലാത്തവരാരും വരണമെന്നില്ല. കാരണം എന്തിനാ സമയം കളയുന്നത്, എന്തിനാ കാശ് കളയുന്നത്? ആർക്കും ആവശ്യമില്ല. നിങ്ങൾക്ക് മാറണം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്.
അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ദൈവികതയിൽ നിങ്ങൾ സംഭവിച്ച 1333 നമ്പർ, ദൈവികതയിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ട്. അത് ഉപയോഗിക്കുക. നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചാൻസ്, പല വിഷയങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അത് മാറ്റാനായിട്ട് നേരെ 9-ാം തീയതി വരെ. 9-ാം തീയതി ബുക്ക് ചെയ്യാൻ നിൽക്കണ്ട. 1-ാം തീയതി ശേഷം ആരും എടുക്കില്ല. കാരണം 1-ാം തീയതി മുതൽ അതിൻ്റെ പ്രിപ്പറേറ്ററി കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുണ്ട്, ക്രിസ്റ്റൽസുകൾ വാങ്ങിക്കാനുണ്ട്, നിങ്ങൾക്ക് വേണ്ട കുറേ ബ്രേസ്ലെറ്റ്, പല കാര്യങ്ങളും എനിക്ക് തരാനുണ്ട്. അപ്പം അതൊക്കെ 1-ാം തീയതി ശേഷം ഞാൻ ഒരാളെ എടുക്കില്ല. 1-ാം തീയതി വരെ ഫുൾ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ 9-ാം സെഷനിൽ വരും. അപ്പോൾ മാത്രമേ എനിക്ക് പ്രിപ്പയർ ചെയ്ത് കുറേ സാധനം കൊണ്ടുവരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനുണ്ട്. കാരണം വെച്ചാൽ ഇത് മാത്രം ഒരാൾ വെറുതെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ക്ലാസ് അല്ല, PPT പോലും ക്ലാസ്സുകളൊന്നുമല്ല. ഓരോ ആളുടെയും പേരനുസരിച്ചുള്ള സാധനങ്ങൾ റെഡിയാക്കണം. പല പല കാര്യങ്ങൾ, അതിപ്പോൾ നിങ്ങളോട് റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 9 എന്ന സംഖ്യ പഴയ വിശ്വാസങ്ങളെ, തടസ്സങ്ങളെ സ്നേഹത്തോടെ വിടാനുള്ളതാണ്, പുതിയ അധ്യായത്തിന് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോട്ടെ. നിങ്ങൾ എത്ര പേര് യെസ് എന്ന് പറയുന്നു എന്നറിയാം? ഇത് കേൾക്കുക. ഞാൻ പറയുന്നത് യെസ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്, നോ എന്ന് പറയുന്ന എത്ര? ഞാൻ ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരാളാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവരെല്ലാം ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നവരോട് എല്ലാവരോടും പറയാണ്, ഞാനല്ലോ, അവരവർ വെച്ചാൽ മതി, എന്നെ എടുക്കണ്ട, ഞാനല്ല അതിൽപ്പെട്ട. വിജയിക്കാൻ ഭാഗ്യമില്ലാത്ത ആളാണെന്ന് വിശ്വസിക്കുന്നവർ യെസ് എന്ന് പറഞ്ഞതേ. മറ്റവരെല്ലാവരും നോ എന്ന് പറഞ്ഞു. യെസ്. ഇത് 9 എന്ന് പറയുന്ന സംഖ്യകൾ നിങ്ങൾ സ്ഥിരമായിട്ട് 9-നെ കാണുന്നുണ്ടോ? നിങ്ങളുടെ ഒരു പഴയ അധ്യായം അവിടെ അവസാനിച്ചു, പുതിയത് തുടങ്ങാൻ തയ്യാറായി എന്നുള്ളതാണ്. പുതിയത് തുടങ്ങാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. അപ്പോൾ ഞാൻ 3 നമ്പർ പറഞ്ഞു, 1779 എന്ന് പറഞ്ഞു. ഇനി ബാക്കിയും കൂടി കേൾക്കുക. ഇതൊരു വളരെ വളരെ മാജിക്കൽ ആയിട്ടുള്ള സംഭവമാണ്. ഇത് എന്താ ചെയ്യണമെന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇനി 8 എന്ന് പറയുന്ന സംഖ്യ നിങ്ങൾക്കറിയാം. സമൃദ്ധിയുടെയും ധനത്തിൻ്റെയും അധികാരത്തിൻ്റെയും അവസരങ്ങളുടെയും വളർച്ചയുടെയും ഒക്കെ പ്രതീകമായിട്ട് പറയുന്ന സംഖ്യയാണ് 8 എന്ന് പറയുന്നത്. 8 എന്ന് നിങ്ങൾ 8-നെ എഴുതി വെച്ചാൽ, 8-നെ നിങ്ങൾ തിരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സംഭവം കാണാം. 8 ഇങ്ങനെ ഇടുന്നതിന് പകരം തിരിച്ചിട്ടാൽ ഇങ്ങനെ ഇട്ടാൽ ഇൻഫിനിറ്റി എന്നാണ് അതിന് പറയുക. എന്താണ് ഇൻഫിനിറ്റി? എന്തിന്റെ പ്രതീകം എന്നറിയോ? അബൻഡൻസിന്റെ പ്രതീകമാണ് ഇൻഫിനിറ്റി. അളവില്ലാത്തത്രയും വളർച്ച. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് അനന്തമായ സമൃദ്ധിയെ നിങ്ങൾ എത്ര പേര് അനന്തമായ സമൃദ്ധിയെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ട്? എത്ര കിട്ടിയാലും എനിക്ക് സ്വീകരിക്കാൻ പറ്റും എന്ന് പറയുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? അവരുടെ പ്രത്യേകത ഞാൻ പറയാം. അവർ ദിവസത്തിൽ ഒരു നേരമെങ്കിലും 8 എന്നുള്ള സംഖ്യ കണ്ടുകൊണ്ടിരിക്കും. 8 8 8 8 8 8 18 അങ്ങനെ പല അല്ലെങ്കിൽ നമ്പറുകളായിട്ട് 8 കാണും. അനന്തമായ സമൃദ്ധിയെ സ്വീകരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ? നോക്കട്ടെ, ടൈപ്പ് ചെയ്ത് നോക്കെ. നിങ്ങൾ അനന്തം എത്ര കിട്ടിയാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പം എന്നെ പോലെ നിങ്ങൾ എത്ര ഫീസ് തന്നാലും ഞാൻ മേടിക്കാൻ തയ്യാറാണ്. നിങ്ങൾ നാളെ 1.5 ലക്ഷം രൂപ തരുന്നോ? ഐ ആം ഹാപ്പി. നിങ്ങൾ നാളെ 50,000 തരുന്നോ? ഞാൻ ഹാപ്പി. നിങ്ങൾ നാളെ വളർന്നിട്ട് 10 ലക്ഷം രൂപ സാറിന് 10 ലക്ഷം. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സ്റ്റുഡൻറ്റ് എനിക്ക് 1 ലക്ഷം രൂപ തന്നു. സന്തോഷത്തോടെ 1 ലക്ഷം രൂപ തന്നു. ഫീസ്, കോഴ്സിന് ഫീസൊന്നും അല്ല കേട്ടോ, ഫ്രീ ആയിട്ട് സാറ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് അത്രയും ചേഞ്ചസ് ആണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. സാറിന് വേണ്ടി 1 ലക്ഷം രൂപ ഞാൻ തരുന്നു. കോഴ്സിൻ്റെ ഫീസായിട്ട്, കോറിൻ്റെ ഫീസ് 1 ലക്ഷം വേറെ തന്നിട്ടുണ്ട്. അത് കൂടാതെ ഉണ്ട് 1 ലക്ഷം രൂപ സാറിന് ഫ്രീ ആയിട്ട്. എന്നാൽ നമുക്ക് പേർക്ക് 10 രൂപ 50 ലക്ഷം രൂപ വരുമാനമുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഈ എനർജി അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ 8 കാണുന്നവർ. അപ്പം ഇവിടെ അനന്തമായ സമൃദ്ധിയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നത് നോക്കൂ. അബൻഡൻസ് എന്ന് പറയുന്ന സംഭവം എനർജി ആയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് ആ എനർജി വരിക എന്ന് വെച്ചാൽ ഒരു പുതിയ ഐഡിയ ആവാം, ഒരു പുതിയ ആക്ഷൻ ആവാം, ഒരു റിസൾട്ട് ആയിട്ടാവാം. ഈ എനർജിയെ ഫീൽ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള മെന്റാലിറ്റി നമുക്ക് വേണം. അതിനനുസരിച്ചുള്ള അത് എടുക്കാനുള്ള കപ്പ് നമ്മുടെ കയ്യിൽ വേണം. ഇത് ഉണ്ടാക്കിയെടുക്കണം. ഇല്ലാത്തവരോട് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയാണ്. ഈ നമ്പർ 17798 എന്ന് പറയുന്ന നമ്പർ എഴുതി വെച്ചോളൂ. 17798 എന്നുള്ള നമ്പർ, ഇത് ഒരു പുതിയ വാതിൽ തുറക്കുകയാണ്. ദൈവീക മാർഗനിർദ്ദേശം നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പഴയ തടസ്സങ്ങൾ അവസാനിപ്പിക്കുന്നു. അനന്തമായ സമൃദ്ധിയുടെ പ്രവാഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അതായത്
നിങ്ങളുടെ പഴയ അധ്യായം അവസാനിക്കുന്നു. നിങ്ങളിലെ പുതിയ ശക്തിയെ ഉണരുന്നു. ശരിയായ വഴികൾ തുറക്കുന്നു. സമൃദ്ധി നിങ്ങളെ കണ്ടെത്താനുള്ള യാത്ര ആരംഭിക്കുന്നു. അപ്പോ ഇത്രയും പറഞ്ഞപ്പോൾ ഒരു ചോദ്യം, ഈ ഒരു മാറ്റത്തിന് വേണ്ടി, ഈ അവസ്ഥയിലേക്ക് വരാനായിട്ട് 1779 അതായത് സമൃദ്ധി സ്വീകരിക്കാൻ, സമൃദ്ധി നിങ്ങളിലേക്ക് എത്താനുള്ള ഈ യാത്ര ആരംഭിക്കാനായിട്ട് എത്ര പേര് തയ്യാറാണ്? അടുത്ത 60 ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ 60 ദിവസത്തിൽ നിങ്ങൾ മുഴുവനായിട്ടും ആ അവസ്ഥയിലേക്ക് എത്താൻ എത്ര പേര് തയ്യാറാണ്? വളരെ ലിമിറ്റഡ് ആയി അല്ലേ? ഈ യാത്ര എല്ലാവരും പറഞ്ഞോളൂ. ഈ യാത്രയാണ് നാളെ രാവിലെ മുതൽ നമ്മൾ 5 AM മിറാക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങാൻ പോകണം. 5 മണി, നിങ്ങളുടെ നാട്ടിൽ 5 മണിയല്ല, ഞാൻ അവിടെ 5 മണിക്ക്, എനിക്ക് 5 മണിക്ക് ഉള്ള നാട്ടിലെ 6:30 സമയത്ത് 5 ഞാൻ ഇവിടുത്തെ 5 മണിയാണ്. നമ്മൾ യാത്ര തുടങ്ങുകയാണ്. 60 ദിവസത്തെ ജേണി, മിറാക്കിൾ മോർണിംഗ്. ഇതിനു മുമ്പ് മിറാക്കിൾ മോർണിംഗ് ചെയ്ത പോലെയല്ല, അത് ഒരു അഫർമേഷൻ പ്രാക്ടീസ് ആയിരുന്നു. ഇത് കംപ്ലീറ്റ് ഡേ, ഒരു ദിവസത്തെ പ്രാക്ടീസാണ്. രാവിലെ ലൈവ് ക്ലാസ് ഉണ്ടാവും, അതിനുശേഷം നിങ്ങൾക്ക് ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാവും. കൃത്യമായ പ്ലാനോടുകൂടി നിങ്ങളുടെ ഈ പറഞ്ഞ 17798 എത്തിക്കാനുള്ള, പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. എല്ലാ ദിവസവും നമ്മൾ ഒന്നിച്ചിരുന്ന് ഈ നമ്പർ എഴുതും. ഓരോ ദിവസവും മിറാക്കിളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. എത്ര പേർ റെഡിയാണ് മിറാക്കിൾ മോർണിംഗ് ജോയിൻ ചെയ്യാൻ? രാവിലെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഒരു ആപ്പായിട്ട് വരുന്നതാണ്. നിങ്ങൾ ലൈവും ഉണ്ടാവും, ആപ്പിൽ നമ്മൾ എടുക്കുന്ന ലൈവും ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ കാണാൻ പറ്റാത്തവർക്ക് പിന്നെ കാണാം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങുന്ന സമയം വരെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെറിയ മൊബൈലിൽ ഒരു എഴുതുന്ന പോലെ എഴുതാൻ പറ്റുന്നത്, കേൾക്കുന്ന സാധനം മാത്രം ഉള്ളത്. ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിന്റെ ശാന്തമായ സമയത്ത്, ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ കൃത്യം 5 മണി എന്നുള്ളത്, രാവിലെ ലോകം മുഴുവൻ ഉണരുന്നതിന് മുമ്പ് നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ സ്വീകരണശേഷിയുള്ള ഒരു അവസ്ഥയിലായിരിക്കുമെന്നാണ്. ആ സമയത്ത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കും, കാണുന്ന ഓരോ ദൃശ്യങ്ങൾക്കും, അനുഭവിക്കുന്ന വികാരങ്ങൾക്ക് കൂടുതൽ ആഴം ലഭിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ 1778 നമ്പർ എഴുതുന്നത് ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള എക്സസൈസ് അല്ല, ഓരോ സംഖ്യയും പുതിയ വാതിലുകളായി സങ്കല്പിച്ചുകൊണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിന് തയ്യാറാവുക. നാളെ രാവിലെ മുതൽ നമ്മൾ ആരംഭിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ, വളരെ സ്വസ്ഥമായി എല്ലാവരും കണ്ണുകൾ അടക്കുക. ആഴത്തിലുള്ളൊരു ശ്വാസം എടുത്തേ. വീണ്ടും ഒന്നുകൾ ആഴത്തിലുള്ള ശ്വാസം എടുത്തോളൂ. ഓരോ ശ്വാസത്തിലും ഒരു സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുന്നതായി സങ്കല്പിക്കുക. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ നിങ്ങളുടെ ഭയവും സംശയവും കുറവിന്റെ ബോധവും ഒക്കെ പുറത്തു പോകുന്നതായി അനുഭവിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു സ്വർണ്ണ പ്രകാശം രൂപപ്പെടുന്നതായി സങ്കല്പിക്കുക. ഈ പ്രകാശം നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. നിങ്ങളുടെ ആഗ്രഹത്തെ ശക്തമാക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളെ മനസ്സിൽ പറയുക. എൻ്റെ ബിസിനസ് പ്രതിദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ വരുമാനം സ്ഥിരമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അനുയോജ്യമായ പുതിയ അവസരങ്ങൾ ദാ തുറക്കുന്നു. ഞാനിതാ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറുന്നു.
ഞാനിതാ സാമ്പത്തിക സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കുന്നു. സർവേശ്വരന്റെ കടാക്ഷത്താൽ ദൈവീകമായ 77 നമ്പറിനാൽ എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായുള്ള സ്വാതന്ത്ര്യവും സമാധാനവും പുതിയ തുടക്കത്തിലൂടെ, പുതിയ അധ്യായത്തിലേക്ക് ഞാൻ കടന്നതിലൂടെ എൻ്റെ അബൻഡൻസ് നിറഞ്ഞു വരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ സ്വർണ്ണ വാതിൽ ഇതാ തുറക്കുന്നു. ആ വാതിലിന്റെ മുകളിൽ 17798 എന്ന അക്ഷരം, എന്ന നമ്പർ പ്രകാശിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങളിപ്പോൾ ആ വാതിലിനടുത്തേക്ക് നടക്കുകയാണ്. ഇപ്പോൾ 1 എന്ന് പറയുന്ന ആ നമ്പർ പച്ച നിറത്തിൽ പ്രകാശിക്കുമ്പോൾ വാതിൽ തുറക്കാൻ തുടങ്ങുന്നു. 77 പ്രകാശിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വഴി തെളിയുന്നു. അടുത്ത വാതിൽ 9 എന്ന് പ്രകാശിക്കുമ്പോൾ നിങ്ങളുടെ പിന്നിലെ പഴയ ഇരുണ്ട വഴി മങ്ങിപ്പോകുന്നു. അവിടെ 8 എന്ന നമ്പർ പ്രകാശിക്കുമ്പോൾ മുന്നിലെ സ്വർണപ്രകാശം അവസരങ്ങളായി, സന്തോഷമായി, സുരക്ഷിതത്വമായി, ധനമായി, കുടുംബത്തിന്റെ പുഞ്ചിരിയായി ഇവയെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആ വാതിൽ കടക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം നേടിയ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ നിറഞ്ഞ പുഞ്ചിരിച്ചൊരു മുഖം എനിക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങളിലെ സമാധാനം, ആത്മവിശ്വാസം, സ്വാതന്ത്ര്യം, സേവനം, സന്തോഷം ഇവയൊക്കെ നിങ്ങളിപ്പോൾ അനുഭവിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ വാക്ക് ഉരുവിടുക. 17798 ദൈവീക ഊർജത്തിലൂടെ എൻ്റെ പുതിയ വഴികൾ തുറക്കുന്നു. പഴയ തടസ്സങ്ങൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ശരിയായ അവസരങ്ങളും സമൃദ്ധിയും സന്തോഷവും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നു. ഞാനതെല്ലാം സ്വീകരിക്കുന്നു. ഞാനിപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാനിപ്പോൾ സ്വീകരിക്കാൻ യോഗ്യനാണ്. എൻ്റെ വഴികൾ ഇപ്പോൾ മുതൽ തുറന്നിരിക്കുന്നു. എൻ്റെ എല്ലാ തടസ്സങ്ങളും അവസാനിച്ചിരിക്കുന്നു. സമൃദ്ധിയുടെ അനന്തപ്രവാഹം നാളെ രാവിലെ മുതൽ മിറാക്കിൾ മോർണിംഗിലൂടെ ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു. ഈ മിറാക്കിൾ മോർണിംഗ് പ്രാക്ടീസിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകാൻ തുടങ്ങുന്നു. കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത ദിവസങ്ങൾ 7 ദിവസങ്ങൾ ഇതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. 7 ദിവസത്തെ പ്രാക്ടീസിലൂടെ അനന്തമായ മാറ്റത്തിലേക്ക് നിങ്ങൾ തയ്യാറാവുന്നു. എല്ലാവരും കണ്ണുകൾ തുറക്കുക. ഓപ്പൺ യുവർ ഐസ്. വളരെ പുഞ്ചിരിച്ച മുഖത്തോടുകൂടി പഴയ അധ്യായത്തെ മുഴുവൻ വെച്ച നിങ്ങളിലെ മൗനിയായ നിങ്ങളിൽ നിന്നും പൂർണ്ണ സന്തോഷമുള്ള, സംതൃപ്തി നേടിയ ഒരാളായി മാറട്ടെ. എല്ലാ വേദനകളും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് നാളെ മുതൽ തുടങ്ങാം. എല്ലാവരും ഉണ്ടാവുക. എല്ലാ ദിവസവും ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. യൂട്യൂബിൽ വീഡിയോ വരും. യൂട്യൂബ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് നാളെ മുതൽ മിറാക്കിൾ മോർണിംഗിൽ തന്നെ ഇതിനെ അടുത്ത ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ, അടുത്ത തുടർ പ്രാക്ടീസുകൾ ഇതുമായി പ്രാക്ടീസുകൾ, വാട്ടർ പ്രാക്ടീസ് ഉണ്ട്, എൻവലപ്പ് പ്രാക്ടീസ് ഉണ്ട്. അങ്ങനെ 7ഓളം ഡിഫറെൻറ്റ് പ്രാക്ടീസുകൾ ഇതുമായിട്ട് തുടർച്ചയുണ്ട്. അതെല്ലാം ഞാൻ അതിനകത്താണ് പഠിപ്പിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഉണ്ട്, അബൻഡൻസ് റിസീവിങ് പ്രാക്ടീസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ആക്ടിവേഷൻ പ്രാക്ടീസ് ഉണ്ട്, മണി ഹീലിംഗ് ഉണ്ട്, റിലീസിങ് ഫിയർ പ്രാക്ടീസ് ഉണ്ട്, ഡിവൈൻ ഗൈഡൻസ് പ്രാക്ടീസ് ഉണ്ട്.
അങ്ങനെ 5-7ഓളം പ്രാക്ടീസുകൾ ഇതിൻ്റെ തുടർച്ചയായതുകൊണ്ട് ഞാൻ മിറാക്കിൾ മോർണിംഗിൽ നാളെ മുതൽ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നിങ്ങളെല്ലാവരെയും. ഇപ്പം എല്ലാവരും രാവിലെ മിറാക്കിൾ മോർണിംഗിലേക്ക് കേൾക്കുക. ഇപ്പോൾ യൂട്യൂബ് കാണുന്നവർ നാളെ ആയിരിക്കും ഇത് വരുന്നതല്ല, നിങ്ങൾക്ക് ഒരു ദിവസം ലേറ്റായിട്ട് പ്രാക്ടീസ് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ സാഹചര്യം കൂടി തരാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ടുഡേസ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്.